മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സമസ്യകളുടെ ഉത്തരം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ്. അത് പണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നു. ഇടയ്ക്ക് UDF ചില തെറ്റായ ധാരണകളുടെ മേലായിരുന്നു മാണി കോൺഗ്രസിനെ കൈവിടുന്നത്. ആ കൈവിട്ട നടപടിയെ ഓർത്ത് UDF വല്ലാതെ ദുഃഖിക്കുന്നുണ്ടാവും. ഏതായാലും UDFന്റെ ഇപ്പോഴത്തെ ദുഃഖം കണ്ട് പുഞ്ചിരിക്കുകയാണ് ജോസ് കെ മാണി. മധ്യ തിരുവിതാംകൂറിന്റെ നട്ടലായ മാണി കോൺഗ്രസിനെ കൈവിടുമ്പോൾ കോട്ടയം ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിലെ ക്രൈസ്തവർ ഒന്നാകെ കോൺഗ്രസിലേക്ക് വരുമെന്ന് അന്നത്തെ കോൺഗ്രസ് നേതൃത്വം കരുതി. എന്നാൽ കാലാകാലങ്ങളായി മാണി കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ക്രൈസ്തവർ ആരും തന്നെ കോൺഗ്രസിന്റെ വാതിൽ മുട്ടിയില്ല. അതേസമയം മാണി കോൺഗ്രസിനെയും ജോസ് കെ മാണിയെയും തള്ളിപ്പറഞ്ഞ് UDFനൊപ്പം നിലകൊണ്ട കേരള കോൺഗ്രസ് ആകട്ടെ ശക്തി ക്ഷയിച്ച് വല്ലാത്തൊരവസ്ഥയിലുമായിരിക്കുകയാണ്. PT ചാക്കോയുടെ അപ്രതീക്ഷിത നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസിനുള്ളിലുണ്ടായ വികാരപരമായ പൊട്ടിത്തെറിയിൽ നിന്നായിരുന്നു 1964 കേരള കോൺഗ്രസിന്റെ പിറവി. കോൺഗ്രസ് വിരുദ്ധതയായിരുന്നു കേരള കോൺഗ്രസിന്റെ ആദ്യകാല മുഖമുദ്ര. അതേ പാർട്ടി 4 ദശകങ്ങളോളം കോൺഗ്രസിനൊപ്പമായിരുന്നു എന്നതും മറ്റൊരു വൈരുദ്ധ്യം. രൂപീകൃതമായപ്പോൾ മുതൽ ഇങ്ങോട്ട് പിളർപ്പുകൾക്കും കൂടിച്ചേരലുകൾക്കും ചാക്കിട്ടുപിടുത്തത്തിനും വേദിയായി പാർട്ടി. ആദ്യം JA ചാക്കോ, 77-ൽ R ബാലകൃഷ്ണപിള്ള, 89-ൽ PJ ജോസഫ്, 90-കളുടെ തുടക്കത്തിൽ TM ജേക്കബ്. പിളർപ്പുകൾ പിന്നെയും തുടർന്നു. ശക്തിയുള്ള കേരള കോൺഗ്രസ് ഏതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ഏറ്റുമുട്ടുന്നത് അവസാനം കണ്ടത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ അന്തിമ വിജയം ജോസഫ് ഗ്രൂപ്പിനായിരുന്നെങ്കിലും ശക്തി കൊണ്ട് മാണി ഗ്രൂപ്പ് കൂടുതൽ ശക്തി ആർജിക്കുന്നതാണ് പിന്നീട് എല്ലാവരും കണ്ടത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് UDF വിട്ടത്. ഉടൻ തന്നെ CPM നേതൃത്വം 2 കൈയും നീട്ടി മാണി വിഭാഗത്തെ സ്വീകരിച്ച് ഇടതുമുന്നണിയിലേക്ക് ആനയിച്ചു. 2021-ലെ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ. ഭരണ തുടർച്ച നേടി പിണറായി വിജയൻ 2ാം തവണയും മുഖ്യമന്ത്രി. UDF പിന്നെയും പ്രതിപക്ഷത്ത്. 1995 മുതൽ ഉമ്മൻചാണ്ടിയോടൊപ്പം PK കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും. ഇവരായിരുന്നു ഐക്യജനാധിപത്യ മുന്നണിയുടെ 3 നെടും തൂണുകൾ. മുന്നണിയുടെ ശക്തിയും ശബ്ദവും ഈ 3 നേതാക്കളായിരുന്നു. KM മാണിയുടെ നിര്യാണത്തോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതൃത്വം മകൻ ജോസ് കെ മാണി ഏറ്റെടുത്തു. മാണിയോളം വരില്ല ജോസ് കെ മാണി എന്ന് കോൺഗ്രസ് നേതൃത്വം കരുതി, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ നടപ്പു രീതി അനുസരിച്ച് UDFന്റെ വഴിയെ വരേണ്ടതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയാവുക രമേശ് ചെന്നിത്തല എന്നതിലും സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ UDFൽ നിന്ന് പുറത്താക്കാൻ മുന്നണി ചെയർമാൻ കൂടിയായിരുന്ന രമേശ് ചെന്നിത്തല ഒത്താശ ചെയ്തു. മുന്നണി കൺവീനർ ബെന്നി ബെഹനാൻ ഒരു പത്രസമ്മേളനത്തിൽ ആ പ്രഖ്യാപനം നടത്തി. കേരള കോൺഗ്രസ് മാണി വിഭാഗം വഴിപിരിഞ്ഞു. രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. അന്നു മുതൽ ഇന്നുവരെയും കോൺഗ്രസിനെ മാണി കോൺഗ്രസിന്റെ അഭാവം വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ തിരിച്ചറിവിലാണ് പുതിയ KPCC നേതൃത്വം ജോസ് കെ മാണിയുമായി വിവിധ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ അത്തരം ചർച്ചകളൊക്കെ പാടെ തള്ളി ആർജവത്തോടെ താൻ ഇന്നും എന്നും LDFനൊപ്പമാണെന്ന് വ്യക്തമാക്കുകയാണ് ജോസ് കെ മാണി. മധ്യ തിരുവിതാംകൂറിൽ മാണി കോൺഗ്രസ് ഇല്ലാതെ ഒരിക്കലും അധികാരത്തിലേക്ക് തിരികെ വരില്ലെന്ന് ഉറപ്പുള്ള കോൺഗ്രസിനെ കാണുമ്പോൾ ജോസ് കെ മാണിക്ക് മുഖത്തുള്ള സന്തോഷം വളരെ വലുതാണ്. ഏറെക്കുറെ ഇപ്പോഴത്തെ സാഹചര്യം ജോസ് കെ മാണി കനിഞ്ഞാൽ മാത്രം UDFന് അധികാരത്തിലെത്തുവാൻ കഴിയുള്ളൂ എന്ന നിലയിലാണ്. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ ഹീറോയായി ജോസ് കെ മാണി മാറിയിരിക്കുന്നു എന്ന് വേണം പറയുവാൻ.